ഇത് നമുക്ക് കപ്പലണ്ടി വറുത്തെടുക്കുന്ന രീതിയിൽ നോക്കാം. ഈ റെസിപ്പി നിങ്ങൾക്ക് കുറെ പേർക്കൊക്കെ അറിയായിരിക്കും, ചിലപ്പോൾ നിങ്ങൾ വീട്ടിലേക്ക് സ്ഥിരമായിട്ട് ചെയ്യുന്നതായിരിക്കും. പക്ഷെ അറിയാത്ത കുറച്ച് പേരുണ്ടാവും. അപ്പോൾ അവർക്കും കൂടിയിട്ട് വേണ്ടിയിട്ട് ഞാൻ വീഡിയോ ഷെയർ ചെയ്യാം. നമ്മുടെ നാട്ടിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ റോഡ് സൈഡിൽ അല്ലെങ്കിൽ ബീച്ചിൽ അല്ലെങ്കിൽ ഉത്സവങ്ങൾക്കൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ അവിടെ നിന്ന് കപ്പലണ്ടി വറുത്ത് വാങ്ങിച്ചു കഴിക്കാറുണ്ട്. അവിടെ വറുത്തെടുക്കുന്ന കപ്പലണ്ടിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും. അത് അവർ വറുത്തെടുക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മണൽ നന്നായിട്ട് ചൂടാക്കിയിട്ട് അതിലേക്ക് കപ്പലണ്ടി ഇട്ടിട്ടാണ് കപ്പലണ്ടി വറുത്തെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ കപ്പലണ്ടി വറുത്തെടുത്തതിന് ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. അപ്പൊ ഇതിലേക്ക് നമുക്ക് അതേപോലെ വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് കപ്പലണ്ടി വേണം, പിന്നെ മണൽ വേണം, പിന്നെ ഇതിലേക്ക് ഉപ്പായിട്ടല്ല ഇട്ട് കൊടുക്കുന്നത്, ഉപ്പിന്റെ വെള്ളമായിട്ടാണ് തെളിച്ചു കൊടുക്കുന്നത്. അപ്പൊ നമുക്ക് നോക്കാം ഇതേന് കപ്പലണ്ടി വറുത്തെടുക്കാന്ന്. വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ചീനിച്ചട്ടി വെച്ചിട്ട് നന്നായിട്ട് ചൂടാക്കിയിട്ടുണ്ട്. ഈ കപ്പലണ്ടി ഇങ്ങനെ മണലിട്ട് വറുത്തെടുക്കുമ്പോൾ നോൺ സ്റ്റിക്കിന്റെ പാനിൽ വറുത്തെടുക്കണ്ട, ഇതേപോലെ ചീനിച്ചട്ടി ആയിരിക്കും കുറച്ചും കൂടി നല്ലത്. ഈ ചൂടായ ചീനിച്ചട്ടിയിലേക്ക് ആദ്യം ചീനിച്ചട്ടി നന്നായിട്ട് ചൂടാക്കണം. ഈ ചൂടായ ചീനിച്ചട്ടിയിലേക്ക് മണൽ ചേർക്കാം. ഞാനിവിടെ ഇതേപോലത്തെ 1 ഗ്ലാസ് മണലാണ് ചേർക്കുന്നത്. ഈ മണൽ നന്നായിട്ട് ചൂടാവണം, അത് കഴിഞ്ഞിട്ടാണ് ഇതിലേക്ക് കപ്പലണ്ടി ചേർക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ മണൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട്, ഇതിലേക്ക് കപ്പലണ്ടി ചേർക്കാം. അത് നിങ്ങൾക്ക് എന്തോരം കപ്പലണ്ടി വേണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് കപ്പലണ്ടി ചേർക്കാം. ഞാൻ അതിലേക്ക് ഒരു 2 കപ്പ് കപ്പലണ്ടിയാണ് ചേർക്കുന്നത്. ഈ മണലിൽ കിടന്നിട്ട് ഈ കപ്പലണ്ടി നന്നായിട്ട് ചൂടാവണം. ഈ കപ്പലണ്ടി നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾ ഒരെണ്ണം എടുത്തിട്ടൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ആ പച്ച കപ്പലണ്ടിയുടെ പച്ച ടേസ്റ്റ് മാറി തുടങ്ങിയിട്ടുണ്ടാവും. അങ്ങനെ മാറി തുടങ്ങുന്ന സമയത്ത് ഇതിലേക്ക് ഉപ്പിൻ്റെ വെള്ളം തെളിച്ചു കൊടുക്കണം. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കപ്പലണ്ടി ഒരു പകുതി ചൂടാകുമ്പോൾ ഉപ്പിൻ്റെ വെള്ളം തെളിച്ചു കൊടുക്കണം. അല്ലെങ്കിൽ നമ്മൾ ഏറ്റവും ലാസ്റ്റ് ഉപ്പിൻ്റെ വെള്ളം തെളിച്ചു കൊടുത്ത് എന്തുണ്ടാവുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉപ്പും ഉപ്പിൻ്റെ നനവ് കൊണ്ട് ഈ മണലും ഈ കപ്പലണ്ടിയുമ്പോൾ പിടിച്ചിരിക്കും. അപ്പോൾ കപ്പലണ്ടി ഒരു പകുതി വേവായി കഴിയുമ്പോൾ ഇതിലേക്ക് ഉപ്പിൻ്റെ വെള്ളം തെളിച്ചു കൊടുക്കാം. അപ്പോൾ കപ്പലണ്ടി ഒരു പകുതി വേവായിട്ടുണ്ട്. അത് കപ്പലണ്ടി നമ്മൾ ഒരു വർഷം എടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് അറിയാൻ വേണ്ടി പറ്റും. കപ്പലണ്ടിയുടെ ആ പച്ച ടേസ്റ്റ് മാറി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഉപ്പിൻ്റെ വെള്ളം തെളിച്ചു കൊടുക്കാം. ഞാനിവിടെ ഉപ്പ് വെള്ളത്തിൽ കലക്കിയെടുത്തിട്ടുണ്ട്. കലക്കിയെടുക്കുമ്പോൾ ഒരുപാട് വെള്ളം പോലെ കലക്കിയെടുക്കരുത്. ഇതിങ്ങനെ കയ്യിലൊഴിച്ചിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കണം. ഇങ്ങനെ എല്ലായിടത്തേക്കും ഇങ്ങനെ ചിറ്റിച്ച് ഒഴിച്ചു കൊടുക്കണം. ഉപ്പിൻ്റെ വെള്ളം ഒഴിക്കുമ്പോൾ കുറച്ച് വെള്ളം കൂടുതൽ ഒഴിക്കണം. അപ്പോഴായിരിക്കും ഈ കപ്പലണ്ടിയുടെ ഉള്ളിലേക്ക് ഉപ്പൊക്കെ ശരിക്കും പിടിക്കുക. ഉപ്പിൻ്റെ വെള്ളം നമ്മൾ ഇതിലേക്ക് തെളിച്ചു കൊടുത്ത് കഴിഞ്ഞപ്പോൾ ആ മണലും പിന്നെ ആ ഉപ്പും കൂടിയിട്ട് ചില കപ്പലണ്ടിമേക്ക് നന്നായിട്ട് പിടിച്ചിരിക്കുന്നുണ്ട്. ഈ കപ്പലണ്ടി നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ ആ പിടിച്ചിരിക്കുന്ന മണലേക്ക് ഇതുമേൽ വിട്ടുപോകും. അപ്പോൾ അതുകൊണ്ടാണ് ഈ കപ്പലണ്ടി പകുതി ചൂടായിട്ടിരിക്കുന്ന സമയത്ത് ഇതിലേക്ക് ഉപ്പിൻ്റെ വെള്ളം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടി പറയുന്നത്. ഏറ്റവും ലാസ്റ്റ് ഒഴിക്കരുത്. പിന്നെ കപ്പലണ്ടി നമ്മൾ ഇതേപോലെ വറുത്തെടുക്കുന്ന സമയത്ത് ഇത് എപ്പോഴും നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. എന്നാൽ മാത്രമേ കപ്പലണ്ടിയുടെ എല്ലാ സൈഡും നമുക്ക് ഒരേപോലെ വറുത്ത് കിട്ടുള്ളൂ. ഇപ്പോൾ ഒരു കപ്പലണ്ടി എടുത്തിട്ട് ഇതേപോലെ നമ്മളൊന്ന് പ്രസ് ചെയ്ത് കഴിയുമ്പോൾ അതിൽ തൊണ്ട് ഇങ്ങനെ വിട്ടുപോകുന്നുണ്ട്. അപ്പോൾ കപ്പലണ്ടി റെഡി ആയിട്ടുണ്ട്. ചില കപ്പലണ്ടികളൊക്കെ പൊട്ടുന്ന സൗണ്ടും കേൾക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഈ മണലിൽ നിന്ന് ഈ കപ്പലണ്ടി എടുത്ത് മാറ്റണം, അല്ലെങ്കിൽ മണലിൻ്റെ ചൂട് കൊണ്ട് കപ്പലണ്ടി കരിഞ്ഞു പോകും. ഈ കപ്പലണ്ടിയിൽ നിന്ന് മണൽ മാറ്റി കളയാൻ വേണ്ടിയിട്ട് ഞാൻ സാധാരണ എന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ചീനിച്ചട്ടിയുടെ ഈ 2 പിടുത്തത്തുമേയും പിടിച്ചിട്ട് ഇതിങ്ങനെ ഒന്ന് കുടഞ്ഞു കൊടുക്കും. അപ്പോൾ ഈ കപ്പലണ്ടി ഇങ്ങനെ മുകളിലേക്ക് വരും. ആ മുകളിലേക്ക് വരുന്ന കപ്പലണ്ടി ഇങ്ങനെ കുടഞ്ഞ് വേറൊരു പാത്രത്തിലേക്ക് ഇടാം. അത് മണൽ വരാണ്ട് നോക്കണം. ഇപ്പോൾ കപ്പലണ്ടി എല്ലാനും ഞാനിവിടെ കുറച്ച് വലിയൊരു പാത്രത്തിലേക്ക് പകർത്തിയിട്ടുണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ നിങ്ങളുടെ അടുത്ത് മുറമൊക്കെ ഉണ്ടെങ്കിൽ മുറത്തിലിട്ടിട്ടാണ് സാധാരണ ഇതേപോലെ ചേറ്റിയിടുക. അപ്പോൾ അത് കുറച്ചും കൂടി എളുപ്പമായിരിക്കും. അല്ലെങ്കിൽ ഇതേപോലെ വേറൊരു വലിയൊരു പാത്രത്തിലേക്ക് പകർത്തിയിട്ട് ഇതേപോലെ ഒന്ന് കാണിച്ചു കൊടുക്കുക. അപ്പോൾ എൻ്റെ അടിയിലേക്ക് മണൽ, ഇതിനകത്ത് കുറച്ച് മണൽ ചിലപ്പോൾ നമ്മളത് ചീനിട്ടിൽ നിന്ന് എടുത്തിടുമ്പോൾ കുറച്ച് മണൽ വീഴും. അപ്പം മണൽ ഇതിൻ്റെ അടിയിലേക്ക് പോകും. കഴിഞ്ഞിട്ട് ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുക. ഇതിന് നല്ല ചൂടുണ്ട്. പിന്നെ മണൽ വീഴാണ്ട് ഏറ്റവും ലാസ്റ്റ് ആകുമ്പോൾ ഇങ്ങനെ പാത്രം ഇതേപോലെ ഇങ്ങനെ ഇളക്കി കൊടുക്കാം. അപ്പോൾ മണൽ അടിയിലേക്ക് പോകും, കപ്പലണ്ടി മാത്രമായിട്ട് ഇങ്ങനെ മുകളിലേക്ക് വരും. അപ്പോൾ കപ്പലണ്ടി വറുത്തെടുത്ത് റെഡി ആയിട്ടുണ്ട്. ഇതേപോലെ മണലിൽ കപ്പലണ്ടി വറുത്തെടുക്കുമ്പോൾ ആ കപ്പലണ്ടിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ കപ്പലണ്ടി നിങ്ങൾ വാങ്ങുമ്പോൾ ചില കപ്പലണ്ടിക്ക് ഞാൻ ചില സമയത്തേക്ക് വാങ്ങുമ്പോൾ അത് വറുത്തെടുത്ത് കഴിയുമ്പോൾ അതിനകത്ത് ചില കപ്പലണ്ടിക്ക് കഴിക്കുമ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കാറച്ച ടേസ്റ്റ് ഉണ്ടാവും. അത് കപ്പലണ്ടി പഴക്കം എത്തിയിട്ടുണ്ടെങ്കിൽ ആ കപ്പലണ്ടിക്ക് അതേപോലത്തെ ഒരു ടേസ്റ്റ് വരും.
ആ കപ്പലണ്ടിയുടെ ഉള്ളിൽ ഓയിൽ ഇരുന്നിട്ട് പഴക്കെത്തുമ്പോൾ അതേപോലത്തെ ടേസ്റ്റ് വരുന്നതാണ്. അപ്പോൾ നിങ്ങൾ വാങ്ങുമ്പോൾ കപ്പലണ്ടി വാങ്ങുമ്പോൾ എപ്പോഴും നല്ല കപ്പലണ്ടി നോക്കിയിട്ട് വാങ്ങാം. നമ്മുടെ നാട്ടിലേക്കും ഇതിലും കുറച്ചും കൂടി നല്ല വലിയ ടൈപ്പ് കപ്പലണ്ടി കിട്ടും. എൻ്റെ വീട്ടിലേക്ക് എപ്പോഴും അതേപോലത്തെ ടൈപ്പ് കപ്പലണ്ടി എൻ്റെ അമ്മ വറുക്കാറുണ്ട്. ആ കപ്പലണ്ടിക്ക് കുറച്ചും കൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവാറുണ്ട്. പിന്നെ കപ്പലണ്ടിയിലേക്ക് നിങ്ങൾ ഉപ്പ് ചേർക്കുമ്പോൾ കപ്പലണ്ടി ഒരു പകുതി വേവായി കഴിയുമ്പോൾ തന്നെ അതിലേക്ക് ഉപ്പിൻ്റെ വെള്ളം തെളിച്ച് കൊടുക്കണം. ഏറ്റവും ലാസ്റ്റ് ആവാൻ വേണ്ടിയിട്ട് നിൽക്കരുത്.